ഇന്ന് ഉലുവയുടെ ഇലയാണ് തോരൻ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തണ്ടെല്ലാം മാറ്റി ഇല മാത്രം നുള്ളി വൃത്തിയാക്കി കഴുകി ഒന്ന് ഇല അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ട അരപ്പ് നമുക്ക് റെഡിയാക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് 3-4 അല്ലി വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾ പൊടി ഇത്രയിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അന്നേരത്തേക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. തവിടെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് അതിൻ്റെ കളർ ഇങ്ങനെ. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം. സബോളയ്ക്ക് പകരം കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് വളരെ കുറച്ച് ചേർത്താൽ മതി. ചീര പോലത്തെ ഇലകളാകുമ്പം അല്ലെ ഉപ്പ് രസം കൂടിപ്പോകും. അപ്പോൾ അതിൽ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് വാടാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം. അപ്പം തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവയുടെ ഇല ഇട്ട് കൊടുക്കാം. അതും ഒന്ന് വാടി വരാനായിട്ട് എല്ലാം ഇളക്കി യോജിപ്പിച്ചൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ അതെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് അരപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം വെള്ളം ഒന്നും ചേർക്കണ്ട, ഈ ഇലയിലുള്ള വെള്ളം കൊണ്ട് വേണം ഇത് വേകാനായിട്ട്. അപ്പം മഞ്ഞൾ പൊടി, വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടെ ചേർത്ത്, പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് ചതച്ച് വെച്ച അരപ്പാണ്. അതുകൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് സ്പൂണും കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ ഈ അരപ്പെല്ലാം ഇതിലോട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇലയെല്ലാം വെന്ത് അരപ്പെല്ലാം അതിലെല്ലാം പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഓൾറെഡി ഈ ഉലുവ ഇലയ്ക്ക് ഒരു കയ്പ്പ് രസമുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ മുട്ട ചേർക്കുവാണെങ്കിൽ ആ കയ്പ്പ് രസം അവരറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഉലുവയുടെ ഇല. അപ്പം അതൊന്ന് ചിക്കി കൊടുക്കാം നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്ത്. അല്ലെങ്കിൽ അത് തന്നെ നമ്മൾ തോരൻ വെച്ച് കൊടുക്കുവാണെങ്കിൽ അവർ കഴിക്കത്തില്ല. അതിന് കയ്പ്പ് രസം ഉണ്ട്, ഒട്ടുമേ അവർ കഴിക്കില്ല. അപ്പോൾ മുട്ടയിട്ട് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ അവർക്കത് മനസ്സിലാവത്തില്ല. അപ്പോൾ അവരത് കഴിച്ചോളും. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക് യു.